അരികിൽ വന്നിടുവിൻ, യേശുവിൻ അരികിൽ വന്നിടുവിൻ. അഭയം അരുളും അരുമനാഥൻ അരികിൽ വന്നിടുവിൻ. അഭയം അരുളും അരുമനാഥൻ അരികിൽ വന്നിടുവിൻ. ഞാൻ വീണ്ടും കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമുക്ക് വീണ്ടും ഒരിക്കലൂടെ ദൈവത്തിൻ്റെ വചനം ശ്രവിക്കാനായിട്ട് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. നമ്മളുടെ അടുത്ത സെഷനിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. പ്രധാനമായും നമ്മൾ ചിന്തിച്ചൊരു കാര്യമുണ്ട്. ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തിപ്പെടണമെന്നുള്ളതാണ്. പുറത്തെ മനുഷ്യൻ ശക്തിപ്പെടുക എന്നുള്ളതല്ല. പുറത്തെ മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. യാഥാർത്ഥ്യമല്ലെന്ന് പറയുന്നില്ല. കർത്താവ് പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, അല്ലേ? അപ്പം വേണ്ടെന്ന് പറഞ്ഞില്ല. എന്താണ്? Man shall not live by bread alone, but by every word that proceeds from the mouth of the Lord. ദൈവം നമുക്ക് പ്രയോറിറ്റി സെറ്റ് ചെയ്യേണ്ടി വരുമ്പോൾ നമ്മുടെ പ്രയോറിറ്റി ഒരിക്കലും നമ്മുടെ പുറത്തെ മനുഷ്യനല്ല, പിന്നെന്താണ്? അകത്തെ മനുഷ്യനാണ്. എന്നാൽ പല സമയത്തും പൗലോസ് ഉപയോഗിച്ചതായ ഒരു ടൈപ്പോളജി പറയുകയുണ്ടായി. എന്താ? ഇഷ്മായേലും ഇസ്ഹാക്കിൻ്റെയും ചരിത്രം. ഇഷ്മായേലാണ് ആദ്യം ഉണ്ടായതെന്ന് നമുക്കറിയാം. എന്നതുപോലെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ മൂത്ത ആളെന്ന് പറയുന്നത് നമ്മുടെ പഴയ മനുഷ്യനാണ്, ഇല്ലേ? അതുകൊണ്ട് ആ പഴയ മനുഷ്യൻ ആദ്യമൊക്കെ കുറച്ച് സ്ട്രോങ് ആയിരിക്കും. സ്ട്രോങ് ആയതുകൊണ്ട് തന്നെയല്ല, ഈ പഴയ മനുഷ്യന് പുതിയ മനുഷ്യനോട് ശത്രുത്വം ഉണ്ടെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മൾ എത്ര പറഞ്ഞാലും പഴയ മനുഷ്യൻ അകത്തെ മനുഷ്യനെ പുതിയ മനുഷ്യനെ അല്ലെങ്കിൽ പുറമേ ഉള്ള മനുഷ്യൻ അകമേ ഉള്ള മനുഷ്യനെ ഞെരുക്കാനായിട്ട് നോക്കും. കൊല്ലാനൊന്നും പറ്റത്തൊന്നുമില്ല. ഇസഹാക്കിനെ കൊല്ലാനൊന്നും ഇഷ്മായേലിന് പറ്റത്തില്ലായിരിക്കും, പക്ഷെ ഞെരുക്കാൻ നോക്കും. അവിടെ നമ്മൾ അലേർട്ടായിരിക്കണമെന്നാണ് പൗലോസ് പറയുന്നത്. അബ്രഹാമിന് പഴയ അല്ലെങ്കിൽ ഇഷ്മായേലിനോട് തീർച്ചയായിട്ടും അവൻ്റെ ആദ്യത്തെ പുത്രൻ എന്ന നിലയിൽ ഒരു പക്ഷേ കുറച്ച് അടുപ്പമൊക്കെ ഉണ്ടായെന്നിരിക്കും. എന്നാൽ ദൈവം അബ്രഹാമിനോട് കൃത്യമായിട്ട് പറഞ്ഞു, ദാസിയെയും അവളുടെ പുത്രനെയും പുറത്താക്കുക. അപ്പോൾ പൗലോസ് ഉപയോഗിച്ച ആ ടൈപ്പോളജി പൗലോസ് ഉപയോഗിച്ചതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഞാൻ വളരെ കെയർഫുള്ളാണ് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പഴയ നിയമത്തിലെ എന്തെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞ് ദാവീദിൻ്റെ 5 കല്ല് എന്തൊക്കെയാണെന്നൊക്കെ പറയുന്നതൊക്കെ എനിക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല. എന്നാൽ പൗലോസ് ഇത് പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്നതുകൊണ്ട് നമുക്കും അത് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടില്ല. അവിടെ കൃത്യമായിട്ട് പറയുകയാണ്, എന്ത്? ദാസിയെയും അവളുടെ പുത്രനെയും പുറത്താക്കുക. പ്രിയമുള്ളവരെ, ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കേണ്ടതായ ഒരു കാര്യമാണ്. എന്ത്? ഇസഹാക്കിന് സുഗമമായി വളരുവാൻ വേണ്ടി ഇഷ്മായേലിനെ പുറത്താക്കേണ്ടിയിരിക്കുന്നു. ഇസഹാക്കിന് ഞെരുക്കം കൂടാതെ വളരേണ്ടതിന് വേണ്ടി ഇഷ്മായേലിനെ പുറത്താക്കിയേ പറ്റൂ. ഇതേപോലെ നമ്മുടെ പുറമേയുള്ള മനുഷ്യൻ, നമ്മുടെ ആദ്യത്തെ മനുഷ്യൻ, നമ്മുടെ ജലപ്രകാരമുള്ള മനുഷ്യൻ, അവനെ നമ്മൾ പോറ്റി പുലർത്തുകയും കൂടുതൽ തടിച്ചു കൊഴുപ്പിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിൽ കൂടുതൽ അപകടം ഉണ്ടാകുന്നത് ഇസഹാക്കിനായിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയം. അല്ലെങ്കിൽ വാഗ്ദത്ത സന്തതി ഞെരുക്കപ്പെടും. നമ്മുടെ ജീവിതത്തിൽ അത് സംഭവിക്കാൻ പാടില്ല. എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ എന്തുണ്ട്? ഒരു വാഗ്ദത്ത സന്തതിയും ഒരു ജഡത്തിൻ്റെ സന്തതിയും അല്ലെങ്കിൽ ശരീരവുമുണ്ട്. ഈ ശരീരത്തെ നമുക്ക് കൊന്നുകളയാനായിട്ട് പറ്റില്ല. പക്ഷേ നമുക്ക് ഒരു പരിധി വരെ ഈ പുതിയ മനുഷ്യൻ, നമ്മുടെ ഇന്നർമാന് പ്രശ്നമുണ്ടാകാതിരിക്കേണ്ടതിന് ഇനിയിപ്പോൾ ശക്തിപ്പെടുത്തേണ്ടത് എപ്പോഴും ഇന്നർമാനെയാണ്, അല്ലാതെ ഔട്ടർമാനെ അല്ല. ഇന്നർമാൻ, ആ ഇന്നർമാൻ ആവശ്യമുള്ള കാര്യങ്ങളായിരിക്കണം നമ്മൾ ഫീഡ് ചെയ്യുന്നത്. എപ്പോഴും ഇന്നർമാനായിരിക്കണം, ഇന്നർമാനെ ആയിരിക്കണം. ഔട്ടർമാൻ ജീവിച്ചു പോട്ടെ. നമുക്ക് ഇന്നർമാൻ ഇരിക്കാനൊരു കൂടാരം വേണം, ഇല്ലാതെ പറ്റില്ല. ഇല്ലെങ്കിൽ അതാണ് വാസ്തവത്തിൽ നമ്മളുടെ ശരീരം എന്ന് പറയുന്നത്. അത്രയൊക്കെ ഉള്ളൂ. ശരിക്കും അവിടെ ശരീരം എന്നുള്ളൊരർത്ഥത്തിൽ മാത്രമല്ല അവിടെ ഉപയോഗിക്കുന്നത്. അതായത് നമ്മൾ ശരീരത്തെ ദണ്ഡിപ്പിച്ച്, അല്ലെങ്കിൽ പലപ്പോഴും മറ്റ് പല സഭകളിലും ഉള്ള ഒരു ചിന്ത, അതിപ്പം വന്ന് വിശ്വാസികളൊക്കെ ഉണ്ട്, ശരീരത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലഷിനെയാണെന്ന്. ഫ്ലഷിൻ്റെ കാര്യമല്ല ഇവിടെ പറയുന്നത്. എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? നമ്മുടെ പഴയ പ്രകൃതത്തെയും പഴയ കാര്യത്തെയും. അല്ലാതെ നമ്മുടെ ശരീരത്തിന് ആഹാരം കൊടുക്കരുതെന്നല്ല അതിൻ്റെ അർത്ഥം. അതായത് ഇഷ്മായേലിനെ പുറത്താക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ആഹാരം കൊടുക്കാതിരിക്കുക, നമ്മുടെ ശരീരത്തെ തല്ലുക, അടിക്കുക, അങ്ങനെയൊന്നുമല്ല. നമ്മുടെ ശരീരത്തെ മുള്ളുകൊണ്ട് കുത്തുക, ഇതൊക്കെ ചെയ്യണമെന്നല്ല ഇവിടെ പറയുന്നത്. തെറ്റിദ്ധരിക്കരുത്. എന്തു പറയുമ്പോഴും നമുക്ക്
നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ മനസ്സിൽ കയറുന്നത് കൊണ്ട്, പ്രത്യേകിച്ച് ഈസ്റ്റേൺ, ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞല്ലോ, ഈ പൗരസ്ത്യ ചിന്ത അനുസരിച്ച് എന്താണ്, ആത്മീയത കൂടുമ്പോൾ അവൻ ശരീരത്തെയാണ് വാസ്തവത്തിൽ ദണ്ഡിപ്പിക്കുന്നത്, അല്ലാതെ പ്രകൃതത്തെ അല്ല. എന്നാൽ ഇവിടെ പഴയ മനുഷ്യൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ പഴയ പ്രകൃതം, നമ്മുടെ പഴയ ജീവിതം. ആ പഴയ ജീവിതം അല്ലെങ്കിൽ നമ്മുടെ പഴയ മനുഷ്യൻ നമ്മുടെ ശരീരം ന്യൂട്രലാണ്. നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ന്യൂട്രലാണ്. ഈ ശരീരത്തെ നേരത്തെ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത് പഴയ മനുഷ്യനാണ്. പക്ഷേ ഇപ്പോൾ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി. പഴയത് കഴിഞ്ഞുപോയി. ഇപ്പോഴും എനിക്ക് ശരീരമുണ്ട്, പക്ഷേ ഈ ശരീരത്തെ ഇപ്പോൾ നിയന്ത്രിക്കുന്നത് എൻ്റെ ഇന്നർ മാൻ, അഥവാ വീണ്ടും ജനനത്തിലൂടെ ഉണ്ടായ പുതിയ മനുഷ്യനാണ് എൻ്റെ ശരീരത്തെ ഇപ്പോൾ നിയന്ത്രിക്കുന്നത്, അല്ലെങ്കിൽ നിയന്ത്രിക്കേണ്ടത്. അതിനിടയ്ക്ക് പഴയ മനുഷ്യൻ കടന്നു വരാൻ പരിശ്രമിച്ചാൽ നമ്മൾ ഒരിക്കലും അതിനെ അംഗീകരിക്കാൻ പാടില്ല. നമ്മുടെ കയ്യെയോ കണ്ണിനെയോ കാലിനെയോ ഒക്കെ പഴയ മനുഷ്യൻ നിയന്ത്രിക്കാൻ വന്നാൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, അത് അംഗീകരിക്കാൻ പാടില്ല. പഴയ മനുഷ്യൻ പറയും, ഇതൊക്കെ നോക്കടാ എന്ന് പറഞ്ഞ് ടി വിയിലെ ഓരോ സീൻസ് കാണിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, പഴയ മനുഷ്യനെ പുറത്താക്കണം. പഴയ മനുഷ്യൻ പറയും, നിന്റെ കണ്ണുകൾക്ക് ഇമ്പകരമായ ഈ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടേ എന്ന് പറഞ്ഞ് ടെലിവിഷനിലെ വേണ്ടാദിനങ്ങളെല്ലാം കാണിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ പുറത്താക്കണം. അല്ലെങ്കിൽ പഴയ മനുഷ്യൻ നമ്മളുടെ മറ്റൊരാളോട് ചൂടാകാൻ, അല്ലെങ്കിൽ അവൻ്റെ പഴയ മനുഷ്യനെ നമ്മൾ ചിലപ്പോൾ പറയുമല്ലോ, പഴയ മനുഷ്യൻ അവൻ ചിലപ്പം ഒത്തിരി അസൂയുള്ള ആളായിരിക്കും, പകയുള്ള ആളായിരിക്കും. അതൊന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മുടെ ശരീരം അതിനോട് റെസ്പോണ്ട് ചെയ്യാനായിട്ട് പാടില്ല എന്നുള്ളതാണ്. പഴയ മനുഷ്യനൊരു യാഥാർത്ഥ്യമാണ്, നമ്മുടെ ശരീരം ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഈ ശരീരത്തെ നിയന്ത്രിക്കാൻ ഇപ്പോൾ ആർക്ക് അവകാശമില്ല, പഴയ മനുഷ്യന് അവകാശമില്ല. അതുകൊണ്ട് നമ്മുടെ ഇന്നർ മാൻ, അതാണ് അവിടെ നമ്മൾ ശരിയായിട്ടും പഠിക്കേണ്ടതായ ഒരു കാര്യം. നമ്മുടെ ഇന്നർ മാൻ, ആ ഇന്നർ മാൻ നമ്മൾ എഫേസ്യ ലേഖനത്തിൽ തന്നെ 4-ാം അധ്യായത്തിൻ്റെ 17 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെയും ഇത് തന്നെ ആവർത്തിക്കുന്നുണ്ട്. ആകയാൽ ഞാൻ കർത്താവിൽ സാക്ഷീകരിച്ച് പറയുന്നത് എന്തെന്നാൽ, ജാതികൾ തങ്ങളുടെ വ്യർത്ഥബുദ്ധി അനുസരിച്ച് നടന്നതുപോലെ നിങ്ങൾ ഇനി നടക്കരുത്. അവർ അന്ധബുദ്ധികളായി അജ്ഞാനം നിമിത്തം, ഹൃദയകാഠിന്യം നിമിത്തം തന്നെ ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകന്ന് മനം തഴമ്പിച്ചു പോയവർ ആകയാൽ അത്യാഗ്രഹത്തോടെ സകല അശുദ്ധിയും പ്രവർത്തിപ്പാൻ ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. നിങ്ങളോ യേശുവിൽ സത്യമുള്ളതുപോലെ അവനെക്കുറിച്ച് കേട്ട് അവനിൽ ഉപദേശം ലഭിച്ചു എങ്കിൽ ക്രിസ്തുവിനെക്കുറിച്ച് ഇങ്ങനെയല്ല പഠിച്ചത്. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച സത്യത്തിൻ്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ. ഇപ്പം ഈ ഭാഗം വായിക്കുമ്പോൾ ഈ പഴയ മനുഷ്യനും പുതിയ മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, ഇല്ലേ? നേരത്തെ നമ്മൾ പറഞ്ഞു നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ശക്തിപ്പെടേണ്ടതിന്. പക്ഷേ ഈ അകത്തെ മനുഷ്യനും പുറത്തെ മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത്, അല്ലെങ്കിൽ അതിന് പകരം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പഴയ മനുഷ്യനും പുതിയ മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് ഇവിടെ നമ്മൾ ഈ ഭാഗം വായിക്കുമ്പോൾ ഗ്രഹിക്കാൻ കഴിയുന്നുണ്ട്. കാര്യം പഴയ മനുഷ്യൻ എന്താണെന്ന് ചോദിച്ചാൽ 22-ാമത്തെ വാക്യത്തിൽ മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച്, അതിന് മുകളിൽ നമ്മൾ വായിച്ച ഭാഗത്ത് പണ്ട് നമ്മൾ എന്തൊക്കെ ചെയ്തു എന്നുള്ളതെല്ലാം പറയുന്നുണ്ട്, ഇല്ലേ? അതുപോലെ ജാതികൾ എന്ത് ചെയ്യുന്നു, അതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ജാതികൾ എന്ത് ചെയ്യുന്നു? അവര് അന്ധബുദ്ധികളായി അജ്ഞാനം നിമിത്തം, ഹൃദയകാഠിന്യം നിമിത്തം തന്നെ ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകന്ന് മനം തഴമ്പിച്ചവരായി. അപ്പോൾ ദൈവത്തിൻ്റെ ജീവൻ, ആ ദൈവത്തിൻ്റെ ജീവൻ നമ്മളെ, അതായത് നമ്മുടെ ശരീരത്തിൽ, നമ്മൾ പറഞ്ഞല്ലോ വിശ്വാസത്താൽ ക്രിസ്തു നമ്മുടെ ശരീരത്തിൽ ഇപ്പോൾ വസിക്കുകയാണ്. ആ ദൈവത്തിൻ്റെ ജീവനാണ് നമ്മളിൽ ഇപ്പോൾ ഉള്ളത്. എന്നാൽ ആ ദൈവത്തിൻ്റെ ജീവനോട് നമ്മൾ എന്ത് ചെയ്യുന്നിരിക്കുന്ന പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകന്ന് മനം തഴമ്പിച്ചവരായി. അതിന് കാരണം പറയുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന് ഇഗ്നറൻസ്, അവിടെ പറയുന്നുണ്ട് അജ്ഞാനികളായി, അന്ധബുദ്ധികളായി, അജ്ഞാനം നിമിത്തം. എന്നാൽ അതിനോട് ചേർന്ന് പറയാണ് ഹൃദയകാഠിന്യം നിമിത്തം തന്നെ. അതായത് വെറും അജ്ഞാനം കൊണ്ട് മാത്രമൊന്നുമല്ല ആരും പഴയ മനുഷ്യനെ വീണ്ടും പരിപോഷിപ്പിക്കുന്നത്. വെറും അജ്ഞത കൊണ്ട് മാത്രമല്ല, പ്രത്യുത എന്തുകൊണ്ടുകൂടെ ഉണ്ട്, ഹൃദയകാഠിന്യം കൂടെ ഉണ്ട്. അതായത് ഈ പുതിയ മനുഷ്യനെ നമ്മൾ പരിപോഷിപ്പിക്കുവാനുള്ള ഒരു മനസ്സും നമുക്കില്ല. നമ്മുടെ ഹൃദയം കഠിനമായിപ്പോയി, മനം തഴമ്പിച്ചവർ. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് അതാണ്. ആകയാൽ അത്യാഗ്രഹത്തോടെ സകല അശുദ്ധിയും പ്രവർത്തിപ്പാൻ ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ
ഏൽപ്പിച്ചിരിക്കുന്നു. നിങ്ങളോ യേശുവിൽ സത്യമുള്ളതുപോലെ അവനെക്കുറിച്ച് കേട്ട് അവനിൽ നിന്ന് ഉപദേശം ലഭിച്ചുവെങ്കിൽ ക്രിസ്തുവിനെക്കുറിച്ച് ഇങ്ങനെയല്ല പഠിച്ചത്. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിൻ്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ. അപ്പോൾ അതൊരു ബോധപൂർവമായ പ്രവൃത്തിയാണ്, അതല്ലാതെ സ്വാഭാവികമായി വന്നു ചേരുന്നൊരു കാര്യമല്ല. നമ്മളിതിനകത്ത് എഫേർട്ടുണ്ട്. പലപ്പോഴും ജോസഫ് പ്രിൻസിൻ്റെയും മറ്റു ഉപദേശത്തിൻ്റെയും ഒരു വലിയൊരു പ്രോബ്ലം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്കൊരു എഫേർട്ട് ഇല്ലെന്നുള്ളതാണ് അവർ പറയുന്നത്. അത് നമ്മളൊന്നും ചെയ്യാനൊന്നുമില്ല, അതൊക്കെ ദൈവം ചെയ്യുന്ന കാര്യമാണ്. പുതിയ നിയമത്തിലൊന്നും ചെയ്യാനില്ല. പഴയ നിയമത്തിലെല്ലാം ഡു 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 എന്ന് പറഞ്ഞു, എന്നാൽ പുതിയ നിയമത്തിലെല്ലാം ഡൺ 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 എന്നാണ്. നിനക്കൊന്നും ചെയ്യാനില്ല എന്നല്ല പറയുന്നത് ഇവിടെ, ആണോ? നിങ്ങൾ എന്ത് ചെയ്യണം? പുതിയ മനുഷ്യനെ ധരിച്ചു കൊള്ളണം. അത് തന്നെയല്ല, പഴയ മനുഷ്യനെ ഉപേക്ഷിക്കണം. ഉപേക്ഷിച്ചിരിക്കുന്നു എന്നല്ല, ഉപേക്ഷിക്കണം. ധരിച്ചിരിക്കുന്നു എന്നല്ല, ധരിച്ചു കൊള്ളുവിൻ. അതിൻ്റെ അർത്ഥം എന്താണ്? പുതിയ നിയമത്തിൽ യേശു ക്രിസ്തുവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ നമുക്കൊരു ഉത്തരവാദിത്തമുണ്ട്. റെസ്പോൺസിബിലിറ്റി ഇല്ലാത്തൊരു ലൈഫ് അല്ല നമ്മുടെ ലൈഫ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ അകത്തെ മനുഷ്യനെ പരിപോഷിപ്പിക്കുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നതായ കാര്യം. ഈ അകത്തെ മനുഷ്യനെ പരിപോഷിപ്പിക്കുവാൻ വേണ്ടിയുള്ള കാര്യങ്ങളായിരിക്കണം സഭയിൽ നടക്കുന്നത്. നമ്മൾ ആദ്യം പഠിച്ചത് ദൈവം എങ്ങനെ മനുഷ്യനെയും ദൈവത്തെയും തമ്മിൽ ബന്ധിപ്പിച്ചു. ദ റിലേഷൻ ബിറ്റ്വീൻ മാൻ ആൻഡ് ഗാഡ്. പാപിയായ മനുഷ്യനെ യേശു കർത്താവ് കാൽവറി ക്രൂശിൽ വീണ്ടെടുത്ത് അവനെ ദത്തെടുത്ത് മകനാക്കി അവനോടുകൂടെ നമ്മളെ യോജിപ്പിച്ചിരിക്കുന്നു. ക്രിസ്തുവിനെ നമുക്ക് ദൈവം നൽകി വീണ്ടെടുപ്പിന് വേണ്ടി. പരിശുദ്ധാത്മാവിനെ ദൈവം നൽകി ആ വീണ്ടെടുപ്പ് നാളിനായി നമ്മളെ ഇവിടുന്ന് അവിടം വരെ കൊണ്ടുപോകുന്ന പ്രവൃത്തി പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നു. ഓക്കെ, അതായത് ആദ്യം ബന്ധം നമ്മൾ ആദ്യം പഠിച്ചെന്താണ്? മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധം, നഷ്ടപ്പെട്ടു പോയ ബന്ധം ദൈവം എങ്ങനെ പുനഃസ്ഥാപിച്ചു. രണ്ടാമത് മനുഷ്യനും തമ്മിലുള്ള ബന്ധം എങ്ങനെ പുനഃസ്ഥാപിച്ചു. ക്രൂശിൽ അവൻ മനുഷ്യനെയും ദൈവത്തെയും ബന്ധിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ എന്ത് പറഞ്ഞു? മനുഷ്യനെയും തമ്മിൽ അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി. അപ്പോൾ നിരപ്പിൻ്റെ ശുശ്രൂഷ എന്ന് പറയുന്ന മിനിസ്ട്രി ഓഫ് റിക്കൺസിലിയേഷൻ കർത്താവ് നിർവഹിക്കുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് ഈസ് ബിറ്റ്വീൻ മാൻ ആൻഡ് ഗാഡ്, ആൻഡ് എലോങ് വിത്ത് ദാറ്റ് ഹി ഹാസ് ബീൻ ജോയിനിങ് ആരൊക്കെ തന്നെയാണ്? ശത്രുപക്ഷത്തുണ്ടായിരുന്ന വ്യത്യസ്ത ജനതകളെ തമ്മിൽ അവൻ എന്ത് ചെയ്തു? യോജിപ്പിച്ചു. അപ്പോൾ ഇപ്പോൾ ക്രിസ്തുവിൽ നമ്മൾ ദൈവവുമായിട്ട് ഒന്നാണ്. അതാണല്ലോ ഏറ്റവും ഒടുവിൽ സ്വർഗത്തിലും ഭൂമിയിലുള്ള സകലതും ക്രിസ്തുവിൽ ഒന്നായി ചേരുക. അതാണ് നമ്മൾ ആദ്യം തൊട്ട് വായിക്കുന്ന കാര്യം, അതാണ്. അപ്പോൾ അതിനകത്ത് ആദ്യത്തെ കാര്യം വീണ്ടെടുപ്പിലൂടെ അവൻ നമ്മളെ ദൈവവുമായിട്ട് യോജിപ്പിച്ചു. ആ വീണ്ടെടുപ്പിൽ അവൻ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ജനതയെ മാത്രമല്ല സകല ജനതകളെയും സ്വീകരിച്ചതുകൊണ്ട് ഇപ്പോൾ ക്രൂശിൽ ശത്രുത്വം ഇല്ലാതാക്കി ഇരുപക്ഷത്തെയും അവനെ ഒന്നാക്കി. എന്നെയും ദൈവത്തെയും ഒന്നാക്കി, യഹൂദനെയും അല്ലെങ്കിൽ മനുഷ്യനെയും ദൈവത്തെയും ഒന്നാക്കി, യഹൂദനെയും വിജാതീയനെയും അവൻ ഒന്നാക്കി. ആ മൂന്നാമത് നമ്മൾ പഠിക്കുന്നത് സഭയുമായുള്ള ദൈവത്തിൻ്റെ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ്. കാരണം ഇൻഡിവിജ്വലായിട്ടാണ് ദൈവം ഓരോരുത്തരെ വിളിക്കുന്നതെങ്കിലും വിളിച്ചാക്കിയിരിക്കുന്നത് എങ്ങോട്ടാണ്? സഭയിലേക്കാണ്. അതുകൊണ്ട് ആ സഭയുമായുള്ള ബന്ധം, ആ സഭ, അതാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. അതാണ് ആ സഭ എന്തിനു വേണ്ടിയാണ് ദൈവം ഭൂമിയിലാക്കിയിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇന്നർ മാനെ പരിപോഷിപ്പിക്കുവാൻ വേണ്ടിയാണെന്നാണ് ആ സഭയ്ക്കുള്ളിലെ സ്പിരിച്വൽ റിലേഷൻഷിപ്പ്. നമ്മൾ 4-ാമത്തെ അധ്യായത്തിൻ്റെ 11 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 11 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നു, അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരുമായും നിയമിച്ചിരിക്കുന്നു. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാപനത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആത്മീക വർധനയ്ക്കുമാകുന്നു. അപ്പോൾ ദൈവത്തിന് മനുഷ്യനെക്കുറിച്ച് ഒരു ലക്ഷ്യമുണ്ട്, അതുപോലെ ആരെക്കുറിച്ചും ലക്ഷ്യമുണ്ട്? സഭയെക്കുറിച്ചും ദൈവത്തിന് ഒരു ലക്ഷ്യമുണ്ട്. ആ സഭയിൽ ഞാൻ സഭയെക്കുറിച്ചുള്ള ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പറയാൻ, അത് വേറൊരു സബ്ജക്റ്റാണ്. നമ്മൾ അതിനെക്കുറിച്ച് വീണ്ടും പഠിക്കേണ്ട കാര്യമാണ്. ഈ ദിവസം കൊണ്ട് നമുക്കത് പഠിക്കാൻ തീരുന്നതല്ല. അതുകൊണ്ട് ഞാനിതൊന്ന് ടച്ച് ചെയ്ത് പോകുന്നതേ ഉള്ളൂ. ഈ സഭയ്ക്കുള്ളിലെ സ്പിരിച്വൽ റിലേഷൻഷിപ്പ്, ഒന്ന് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിലെ റിലേഷൻഷിപ്പ്, മനുഷ്യനും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, പിന്നീട് ദൈവവും സഭയും തമ്മിലുള്ള ബന്ധം. ഇപ്പോൾ ദൈവം സഭയിൽ എന്ത് ചെയ്യുന്നു? ദൈവം സഭയിൽ എന്താണ്? ഡിഫറൻറ്റ് ഓഫീസസ് അല്ലെങ്കിൽ ഫങ്ഷൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ചിലരെ ഉപദേഷ്ടാക്കന്മാരുമായി
നിയമിച്ചിരിക്കുന്നു. നമ്മൾ ഈ 5 ഫോൾഡ് മിനിസ്ട്രി എന്നൊക്കെ പറയുന്ന കാര്യം, പക്ഷേ ഈ 5 ഫോൾഡ് മിനിസ്ട്രി എന്തിനാണ്? ചുമ്മാ കുറച്ച് പേർക്കൊരു പണി ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയല്ല, അതൊരു ലക്ഷ്യത്തോടു കൂടെയാണ്. അരികിൽ വന്നിടുവിൻ, യേശുവിൻ അരികിൽ വന്നിടുവിൻ. അരികിൽ വന്നിടുവിൻ, യേശുവിൻ അരികിൽ വന്നിടുവിൻ. അഭയം അരുളും അരുമനാഥൻ അരികിൽ വന്നിടുവിൻ. അഭയം അരുളും അരുമനാഥൻ അരികിൽ വന്നിടുവിൻ. ആപത്തുവേളകളിൽ യേശു ചാരത്തു വന്നിടുമേ. ആപത്തുവേളകളിൽ യേശു ചാരത്തു വന്നിടുമേ. അഭയം നൽകിടും അരുമനാഥൻ അരികിൽ വന്നിടുമോ. അഭയം നൽകിടും അരുമനാഥൻ അരികിൽ വന്നിടുമോ. അരികിൽ വന്നിടുവിൻ, യേശുവിൻ അരികിൽ വന്നിടുവിൻ. അഭയം അരുളും അരുമനാഥൻ അരികിൽ വന്നിടുവിൻ. രോഗിക്കു വൈദ്യനവൻ, യേശു പാപിക്കു രക്ഷകനാ. രോഗിക്കു വൈദ്യനവൻ, യേശു പാപിക്കു രക്ഷകനാ. അഭയം നൽകിടും അരുമനാഥൻ അരികിൽ വന്നിടുമോ. അഭയം നൽകിടും അരുമനാഥൻ അരികിൽ വന്നിടുമോ. അരികിൽ വന്നിടുവിൻ, യേശുവിൻ അരികിൽ വന്നിടുവിൻ. അഭയം അരുളും അരുമനാഥൻ അരികിൽ വന്നിടുവിൻ. പാപത്തെ വെറുക്കുന്നവൻ, യേശു സ്നേഹത്തിനുറവിടമാ. പാപത്തെ വെറുക്കുന്നവൻ, യേശു സ്നേഹത്തിനുറവിടമാ. അഭയം നൽകിടും അരുമനാഥൻ അരികിൽ വന്നിടുമോ. അഭയം നൽകിടും അരുമനാഥൻ അരികിൽ വന്നിടുമോ. അരികിൽ വന്നിടുവിൻ, യേശുവിൻ അരികിൽ വന്നിടുവിൻ. അഭയം അരുളും അരുമനാഥൻ അരികിൽ വന്നിടുവിൻ. ലോകത്തിൻ രക്ഷകനാ, യേശു ലോകത്തെ ജയിച്ചവനാ.
ലോകത്തിൻ രക്ഷകനാ യേശു ലോകത്തെ ജയിച്ചവനാ. അഭയം നൽകിടും അരുമനാഥൻ അരികിൽ വന്നിടുമോ? അഭയം നൽകിടും അരുമനാഥൻ അരികിൽ വന്നിടുമോ? അരികിൽ വന്നിടുവിൻ, യേശുവിൻ അരികിൽ വന്നിടുവിൻ. അരികിൽ വന്നിടുവിൻ, യേശുവിൻ അരികിൽ വന്നിടുവിൻ. അഭയം അരുളും അരുമനാഥൻ അരികിൽ വന്നിടുവിൻ. അഭയം അരുളും അരുമനാഥൻ അരികിൽ വന്നിടുവിൻ.